അയൽപക്കത്തെ കൽപ്പടികൾ കയറിച്ചെന്ന് നിത്യപുഷ്പിണിയായ ചെമ്പരത്തിയെ കൈക്കലാക്കുക എന്നതാണ് ലക്ഷ്യം. ഏകാന്തര വിന്യാസമുള്ള മരതകപ്പച്ച വിരിച്ച ഇലകൾക്കിടയിൽ കുങ്കുമം തൊട്ട പോലുള്ള ചെമ്പരത്തിപ്പൂക്കൾ. പൂവിന്റെ ഹൃദയത്തിൽ നിന്നും നീണ്ടു നിൽക്കുന്ന ആ കേസരക്കുഴൽ സ്വർണത്തരികൾ പാകിയ ചെങ്കോൽ പോലെ മനോഹരമാണ്. ഔഷധ ഗുണങ്ങളെ മനസ്സിൽ കണ്ട് ഇലയോടുകൂടെ പൂവുകൾ അടർത്തിയെടുത്തു. വാഴയിലയിൽ അടുക്കി വെച്ചു. ഇലയും പൂവും വേരും എല്ലാം ഔഷധയോഗ്യമാണ്. കഫം, പിത്തഹരം, മുടികൊഴിച്ചിൽ, ഉഷ്ണരോഗങ്ങൾ എന്നിവയ്ക്ക് അത്യുത്തമം. ചാടിപ്പിടിച്ചും കയറി വലിച്ചും ചെമ്പരത്തിപ്പൂക്കൾ സമാഹരിച്ച് വാഴയിലയിൽ വെച്ചു. അയൽപക്കത്തെ ചെമ്പരത്തി കൊണ്ടൊരു താളി, ചന്ദ്രികയിട്ടൊരു കുളി. അടുത്ത ലക്ഷ്യം നിറവേറ്റാനായി വീട്ടിലേക്ക് നടന്നു. ഇതിനെ ഇടിച്ചു പിഴിഞ്ഞ് താളിപ്പരുവത്തിലേക്കാക്കാൻ ഒരു കൈസഹായം കൂടെ വേണ്ടി വന്നു. അമ്മയ്ക്ക് കൈ തന്നെ ആയുധം. തുണിയുടെയും അരിപ്പയുടെയും സഹായമില്ലാതെ അരിച്ചെടുത്തു. ചെമ്പരത്തിത്താളി തയ്യാറായി. ഇനി ചന്ദ്രികാ സോപ്പിട്ടൊരു കുളി. അതിവിടെ ചേർക്കുന്നില്ല.